Hi friends, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മസാല കുസ്ക റൈസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിരിയാണി റൈസ് ആണ് ട്ടോ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്, എല്ലാവർക്കും എൻ്റെ സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ മസാല കുസ്ക റൈസ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക്, ഞാനിപ്പോൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെയ്യോ ബട്ടറോ ഒക്കെ എടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിലേക്കൊരു 3 ഗ്രാമ്പു, അതുപോലെ ഒരു പട്ട കഷ്ണം, ഒരു 3 ഏലക്ക ഇട്ടുകൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇനി ഒരു 3 പച്ചമുളകും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഒരു വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി മതി കേട്ടോ, കൂടുതൽ ഉള്ളിയൊന്നും ആവശ്യമില്ല നമുക്ക്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വെന്ത് ഉടയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു ഫ്ലേവർ മൊത്തം ഈ റൈസിൽ ഉണ്ടാവും കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പം നന്നായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ഒന്നും മതി കേട്ടോ, കൂടുതൽ പുളിപ്പ് നമുക്ക് ആവശ്യമില്ല. നമ്മളിതിലേക്ക് മീറ്റ് ഒന്നും ചേർക്കണില്ല. ഈ തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്. ഈ ചിക്കൻ മസാല നിങ്ങളടുത്തില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ആവശ്യത്തിനുള്ള ചേർത്താൽ മതി. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയിലും കുറച്ച് ഗരം മസാല അടങ്ങിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിക്കൻ മസാല ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി മസാലേൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു പിടി ഉണ്ടാവും കേട്ടോ നമ്മുടെ കയ്യിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും തന്നെ ഇട്ട് കൊടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് വാടിക്കഴിഞ്ഞാൽ മൊത്തം ടേസ്റ്റ് മാറും കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ജീരകശാലൻ്റെ അരി വേണമെങ്കിൽ എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നമ്മൾ കഴുകിയിട്ട് വെള്ളം ഒന്ന് വറുത്തെടുത്താൽ മതി. നമ്മൾ ഈ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് അരി കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്കത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അരി ഇങ്ങനെ സൗണ്ട് വരും നമ്മളിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത്. ആ ഒരു ഇതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അരി നിങ്ങൾ ഒരു മണി എടുത്തിട്ടൊന്ന് വായിലൊന്ന് കടിച്ച് നോക്കിയാൽ മതി. അപ്പം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റേ അടുപ്പിൽ നമ്മൾ തപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കെറ്റലിൽ വെച്ചാൽ മതി. ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം തിളച്ച വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പം നമ്മുടെ അരി കുതിരേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടൂല. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ തക്കാളിയിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പം തന്നെ നല്ലൊരു ബിരിയാണീൻ്റെ സ്മെല്ലാണ് കേട്ടോ.
ഇനി ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയും കൂടെ ഞാനൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കട്ടെ. കുറച്ച് ഉപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മുടെ ചോറിലേക്കൊക്കെ ഉപ്പ് പിടിക്കുമ്പോൾ പാകമായിക്കോളും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ കാണിക്കാം കേട്ടോ. പ്രാവശ്യം ഇളക്കുന്നത് കാണിക്കാം. കുറച്ചൊന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് തുറന്നു കൊടുത്തിട്ട് ഒന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ് കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ശരിക്കും നമ്മുടെ കുസ്ക റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ചിക്കൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചിക്കൻ്റെ കൂടെ, ബീഫിൻ്റെ കൂടെ, മട്ടൻ്റെ കൂടെ, ഇല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുസ്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.